എടാ റോബിൻ, നീ കുന്ത എത്രയോ പൊട്ടിക്കാനുള്ള വിദ്യ പഠിപ്പിക്കടാ. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ദക്ഷിണ വെച്ച് എന്റെ കാൽ തൊട്ട് വന്നിച്ച് ഒന്നും മുറിയാടാതെ ഒന്നും പിടിച്ചു പഠിക്കണം. ഓ ഉന്നമൊക്കെ ഞാൻ പിന്നെ പഠിച്ചോളാമടാ. അത് പറ്റില്ല. ഷൂട്ടിംഗ് റാപ്പിഡിക്സ് കോഴ്സിൽ ഞങ്ങൾ പഠിച്ച മുറയിൽ തന്നെ പഠിച്ചാലേ ചേട്ടന് നല്ലൊരു ശിക്കാരിയാവാൻ കഴിയൂ. അതിന് ക്ഷമയാണ് ആദ്യം വേണ്ടത്. ക്ഷമ മണ്ണാക്കട്ട. ഒന്ന് പഠിച്ചു കിട്ടിയിട്ട് വേണം നിന്റെ ബെഡിലെ ഒപ്പളാക്കട്ട അടിച്ചിളക്കാൻ. അല്ല, കാർലോസ് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, അത് പിന്നെ ഞാൻ ക്ഷമ പഠിക്കായിരുന്നടാ. അതിന് കണ്ണടച്ച് ഏകാഗ്രതയോടെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഇരുന്നൊന്നും ചെയ്യണമെന്നില്ല. കണ്ണടച്ച് ഏകാഗ്രതയോടെ ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയല്ലോ. ഞാൻ താൻ രാജ, இந்த ഉലകത്തിലെ രാജ. കാർലോസ് ചേട്ടാ, പോകട്ടെ ഓടാ. റോമവേ ഇന്ന് ഭൂമിയിൽ സ്വന്തങ്ങൾ പറയുന്നത് കേൾക്കൂ, കണ്ണു തുറക്കൂ. എന്റെ ഏകാഗ്രത നശിപ്പിക്കാതെ മിണ്ടാതിരണം ഭരത്തലയ. അല്ല ആശാന ഗുരുവേ. അയ്യോ ചേട്ടാ, എന്താ റോബിൻ, എന്ത് പറ്റി? അയ്യോ, നമ്മുടെ കാർലോസ് ചേട്ടൻ ഈ പൊട്ടിക്കിണറ്റിൽ വീണു. എന്തു പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നത്? നമുക്ക് കാർലോസിനെ ഈ കിണറ്റിൽ നിന്നും കയറ്റാം. പിന്നെയും കരയുന്നു. കരയല്ലേ? ഞാൻ കരയുന്നത് കാർലോസ് കിണറ്റിൽ വീഴാനല്ല. പിന്നെന്തിനാ? ആ കുറുക്കച്ചാറി വീഴുന്ന റോബിന് കാണാൻ കഴിഞ്ഞല്ലോ, എന്നാൽ എനിക്ക് അതിന് പറ്റിയില്ലല്ലോ എന്നോർത്താ ഞാൻ കരഞ്ഞത്. അമ്പിടി കുറുമ്പി, ഞാൻ പോയൊരു കയറ് കൊണ്ടുവരാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ ദുഷ്ടൻ അവിടേക്കിടം ചാകട്ടെ. അങ്ങനെ പറയരുത്. ആപത്തിൽപ്പെട്ടവനെ അത് ശത്രുവായാലും നമ്മൾ രക്ഷിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കിടക്കപ്പുറത്തി തരില്ല ആ കുറുക്കൻ. ജിമ്മി, ജിമ്മി എന്നെ വിളിക്കുന്നു. ഈ കയറിന്റെ ഒരറ്റം ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇട്ടുകൊടുത്താ മതി. കാർലോസ് പിടിച്ചു കയറി പോന്നോളും. ഓ, ഈ കയറൊന്ന് കേട്ടാൻ ഇവിടെ ഒരു മരം പോലും കാണുന്നില്ലല്ലോ. എടാ മണ്ടൂസേ, ദാ കാണുന്ന കൈവണ്ടിയിൽ കെട്ടടാ. ഇവന്റെ ഒരു കാര്യം. ശരിയാണല്ലോ.
കിട്ടിയോ? കിട്ടിയടാ. കഷ്ടമായി പോയല്ലോ. ആ, വരാനുള്ളത് ഇടവഴിയിലും തങ്ങില്ലല്ലോ. എന്താ റോബിൻ, എന്തു പറ്റി? എന്തു പറയാനാ, കഷ്ടകാലത്തിന് ഞാനൊരു കൈവണ്ടിയിലാ കയറി കെട്ടിയത്. കാർലോസ് ചേട്ടൻ കയറിൽ തൂങ്ങിയതോടെ തന്നെ കൈവണ്ടി തേങ്ങി കിണറ്റിൽ വീണു. കഷ്ടം, ഇത്ര ബുദ്ധിയില്ല നിനക്ക്. ഞാൻ മുതലാളിയോട് പറഞ്ഞ് കൈവണ്ടി കിണറ്റിൽ നിന്ന് എടുപ്പിക്കാം. അയ്യോ, നമ്മുടെ കൈവണ്ടി കിണറ്റിൽ. ഓ, അതാണല്ലേ നേരത്തെ വലിയൊരു ശബ്ദം കേട്ടത്. അയ്യോ, ഇത് ആരാ ഉരുട്ടി കിണറ്റിലിട്ടത്? ഇതെങ്ങനെ എടുക്കും? ആ, അതിന് വഴിയുണ്ട്. നമ്മുടെ ജീപ്പ് കൊണ്ടുവന്നിട്ട് വലിച്ചു കയറ്റാം. ടോമേ, നീ പോയിട്ട് ആ പാതാളക്കരണ്ടി എടുത്തോണ്ട് വാ. ദേ, ഒരു കുറുക്കൻ. എന്തൊരു മണം! കുറുക്കൻ കിണറ്റിൽ വീണിട്ട് കുറെ ദിവസമായെന്നാ തോന്നുന്നത്. കള്ള കുറുക്കൻ ഫൗൾ ഗ്യാസിൽ പെട്ട് ചീഞ്ഞ മണമുണ്ടാക്കുന്നത്. പപ്പ, ദാ ഒരു കുറുക്കനും തോക്കും. ഇത് നമ്മുടെ റോക്കിയുടെ തോക്കാണല്ലോ. ഇതെങ്ങനെ കിണറ്റിൽ വീണു? എന്തൊരു മണം! പണിക്കാരെങ്കിലും വിളിച്ചിട്ട് ഇതിന് വേഗം കുഴിച്ചു മൂടണം.
അയ്യോ, റോക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാ പിന്നെ ഒന്ന് ആശുപത്രി പോയില്ലല്ലോ. അയാൾ എന്ത് വിചാരിക്കും? ഇപ്പൊ രോഗിയായ ആശുപത്രിയിൽ ചെന്നാൽ തട്ടിപ്പോകും, രോഗിയെ കാണാൻ ചെന്നാൽ രോഗിയുമാകും. അത് ശരിയാ. എന്നാലും ഒന്ന് പോകാം, തോക്കിന്റെ കാര്യം പറയുകയും ചെയ്യാം. ദൂരെ എങ്ങും പോകരുത്, ഇവിടെ തന്നെ കണ്ടേക്കണം. കേട്ടോടാ ജിമ്മി? ഡോക്ടർക്ക് സ്ഥലം മാറ്റവും നഴ്സിന് പ്രസവാവധി. പൈപ്പിൽ വെള്ളത്തിന് മരുന്നുമില്ല. ഞാൻ എന്റെ രോഗിയെ കൊണ്ട് പോവാ. വഴി കിടന്ന് എത്താലും ഇത്രയും നാറ്റം സഹിക്കണ്ടല്ലോ. എന്റെ അമ്മോ, എന്തൊരു നാറ്റം! അകത്ത് മൂട്ടക്കും കൊതിനൊക്കെ സൂചി ഉണ്ടല്ല. ഈ പെയിന്റർ റോക്കിയുടെ ബെഡ് ഏതാ? അറിയില്ല, ആ നഴ്സിനോട് ചോദിക്കും. ഈ പെയിന്റർ റോക്കിയുടെ ബെഡ് ഏതാ? റോക്കിയുടെ ആരാ? അത്യാവശ്യമാ. നമ്പർ 18. അതാ റോക്കിയുടേത്. എന്റെ നടുവേ!
ഒരല്പം സീരിയസാ. മോഷൻ തീരെയില്ല. ഒരു സ്കാനിങ് വേണ്ടിവരും. രോഗിയുടെ കൂടെ ആരും ഇല്ലേ? എന്റെ പൊന്നു സാറേ, ഞാനാ രോഗി. എന്നാര് പറഞ്ഞു? വേഗം സ്കാനിങ് വേണം ഇയാൾക്ക്. ഹലോ, ഉറക്കെ പറയൂ. മിണ്ടാതിരി. ഹലോ, ആരാ? ആശുപത്രിയിലോ? അയ്യോ, ആരാ? എന്ത് പറ്റി? ഓ ശരി ശരി, ആ ഓക്കെ. എന്ത് പറ്റി മമ്മി? റോക്കിയെ കാണാൻ പോയ പപ്പയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രോഗിയെ ആശുപത്രിയിൽ പോയി കണ്ടാൽ കാണുന്നവനും രോഗിയാകുമെന്ന്. പ്രതിരോധ കുത്തിവയ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത ശേഷം നമുക്ക് ആശുപത്രിയിലേക്ക് പോയാൽ മതി മമ്മി. കലികാലം, ഇതിപ്പോ കുറുന്തോട്ടിക്കും വാദം വന്നെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ദൈവമേ, നീ തന്നെ തുണ.